അറിയാം, വഴി അറിയാം. ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഞാൻ ഓക്കെ അല്ല, അപ്പോൾ അത് കാരണം എല്ലാവരുമായിട്ട് കണ്ടതിൽ സന്തോഷം. നിങ്ങളൊക്കെ വരുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ ഞാൻ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു സാധാരണ കുട്ടിയാണ്, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഇത്ര വലിയ ആണെന്നൊന്നുമില്ലല്ലോ. അതിൽ കുറേ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു കോമണറായിട്ട് കയറി വന്നതാണ്. ഇപ്പോൾ ഒരു 57 ദിവസം നിൽക്കാൻ പറ്റി, അതിൽ തന്നെ വലിയൊരു സന്തോഷം. ഇത്രയേ ഉള്ളൂ. പോട്ടെ. കൊടുക്കട്ടെ. അങ്ങോട്ട് പോകാൻ പറ്റിയാ പോവോ? പിന്നെന്താ, പോവില്ല, ഉറപ്പായിട്ടും പോവും. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോ ആണ്. ബിഗ് ബോസിൽ ഉറപ്പായിട്ട് ഞാൻ പോവും. ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് പ്രതിരോധിച്ചു നിന്നതും ഒക്കെ ദേഷ്യപ്പെടുന്നൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ജാസ്മിന്റെ ക്യാരക്ടർ അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തായി. ഇപ്പൊ ഗബ്രി പുറത്തായി, രശ്മി പുറത്തായി. അപ്പം ജാസ്മിനെ ഏറ്റവും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് വയൽക്കാടായിട്ട് ഒരു 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഒക്കെ പറഞ്ഞത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ, എന്താണ് അവിടെ നടക്കണേന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് മൊബൈലിൽ ഒന്നുമില്ല. നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോണ ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോകാൻ ഉറപ്പായിട്ടും